രാഘവൻ അടിവാരത്തുനിന്ന് കൊണ്ടുവന്ന നല്ല സാധനം ആയതുകൊണ്ട് ഒരു ലേശം എടുക്കണമെന്ന്. എന്ന് ലേശായിട്ടാണ് തുടങ്ങല്. രാഘവേട്ടന്റെ തുണക്കിരിക്കണോന്ന് പറയാൻ ഇപ്പൊ ഒരു ന്യായം ഉണ്ടല്ലോ അച്ഛന്. ആ അടിവാരത്ത് പോണോന്ന് എന്തേ പറയാഞ്ഞേ? എനിക്ക് ചില സാധനങ്ങൾ വേണ്ടിയിരുന്നു. പോണോ ഉദ്ദേശിച്ചില്ല. ഇറങ്ങുമ്പോ നാളെ അങ്ങാടി പോണുണ്ട്. ആ പപ്പടം തീർന്നു. ഒരു വാരസോപ്പും വേണം. പിന്നെ വേറൊന്നും വേണ്ട. തെക്കേമലയിൽ ആരാച്ച തീയിട്ടിരിക്കണ്? എവിടെ? കരിക്കച്ചവടക്കാര് കേറി കേറി ഇവിടെ എത്തിയോ? ഇവിടെ കരിക്കാൻ എവിടെ മരം? ഞാനൊന്ന് നോക്കിട്ട് തരാം നാണോട്ടാ. അതാ ഇരുളര് വലുതും ചുട്ടു തന്നെയാവും. താ ഇരിക്കടോ. ബ്ലോക്ക് ഓഫീസിൽ അറിഞ്ഞു കൊടുത്തില്ലേ? കൊടുത്തില്ല. വിവരം അന്വേഷിച്ച്. സർക്കാർ പല വകുപ്പിലും തരണ്ടെന്ന് റേഡിയോക്കാര് കാർഷിക രംഗത്തിൽ പറയണ്ടല്ലോ. എന്തിനാ വേണ്ടെന്ന് വെക്കണേ? ഇപ്പൊ ഇതിനൊക്കെ അടിവാരം വരെ പോയാ മതിയല്ലോ. ഞങ്ങള് കൃഷി തുടങ്ങിയ കാലത്ത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പാലക്കാട്ട് തന്നെ പോണം. ഇരിക്കടോ. അച്ഛൻ നിത്യം കൂട്ടിന് വിളിച്ചിരുത്തി ഇപ്പൊ രാഘവേട്ടന് ഇതൊരു പതിവാക്കിയല്ലേ? എന്നും നാണോട്ട് സ്വന്തം കൃഷിയിലേ കഴിക്കണേ. ഒന്ന് സ്വാദ് മാറട്ടെ വെച്ചിട്ട് ഇത് വാങ്ങി. പേരെന്ത് പറഞ്ഞാലും ഇത് കരിമ്പൻ ചെണ്ടി തന്നെയാ. കാശ് അധികം കൊടുക്കണമെന്നൊരു വ്യത്യാസം മാത്രം അല്ലേ രാഘവ? അച്ഛാ രാഘവേട്ടന്റെ കയ്യിൽ കാശ് കൊടുത്തയക്കണം, മറക്കണ്ട. പപ്പടം സോപ്പ് അത്രയല്ലേ ഉള്ളൂ. കണക്ക് ഞാൻ പിന്നെ തരാം. ഇന്നാളും രാഘവേട്ടന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ ചെലവായിട്ടുണ്ട്. അച്ഛനത് കൊടുത്തോ? കണക്ക് ചോദിച്ചോ? തുടങ്ങി അവളുടെ ഒരു കണക്ക്. ഇങ്ങനെ നുള്ളു നുറുങ്ങ കാര്യങ്ങൾക്ക് കണക്ക് പറയുന്നൊരു ചേപ്പറയല്ലേ കൊച്ചൂട്ടി? അന്യന്മാരല്ലല്ലോ. കൊച്ചൂട്ടി പേടിക്കണ്ട, ഒന്നിച്ചൊരു കണക്ക് തരാം. അങ്ങനെയല്ല നോക്കിയാൽ ഞാൻ ഇവിടുന്ന് കഞ്ഞിയും ചോറും കഴിക്കണേന് കണക്ക് വെക്കേണ്ടി വരുമല്ലോ. അത് വ്യത്യാസമുണ്ട്. രാഘവേട്ടന് അനുഭവം ഒന്നും എടുക്കാറായിട്ടില്ലല്ലോ. അപ്പൊ കാശിന് ആവശ്യം ഉണ്ടാവും. അതുകൊണ്ടാ പറയണേ. കാശ് വരും പോവും. ഞാനത്ര സാരാക്കാറില്ല. ചോറിന്റെ ഏർപ്പാട് നോക്കിക്കോ. എടോ ഇത് സാധനം നന്ന്. അവരാച്ചന് ഇത് മാത്രമേ കഴിക്കൂ എന്ന് പറയുന്നത് വെറുതെ അല്ല. അവരാച്ചന് 6 മാസത്തിൽ 50,000 60,000 കിട്ടുമ്പോ ഇതൊക്കെ ആവാം. അത് കണ്ട് അച്ഛനിവിടെ കിടന്ന് തുള്ളിയാലുണ്ടല്ലോ. മുൻകോപം. ഇവളുടെ അമ്മയുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു. രാമ, ഒരു 3 ആള് വന്നാ മതി. ആവശ്യമില്ലാത്തപ്പോ 100 ആള് പണിക്ക് വരും. ആവശ്യമുള്ളപ്പോഴോ മഷിയിട്ട് നോക്കിയ ഒന്നിനെയും കാണൂല്ല. ആരാ? രാജു എണീറ്റില്ലേ? ഏത് രാജു? ഇവിടെ താമസിക്കുന്ന രാജു. അച്ഛാ, ഏതോ രാജുവിനെ ചോദിക്കണോ? മനസ്സിലായില്ല. രാജു ഇല്ലേ? കുറച്ചു കാലമായി രാജു ഇവിടാണ് താമസം എന്ന് ആരോ പറഞ്ഞു. രാഘവനെ ചോദിക്കണേ അല്ലേ? അതെ അതെ, ഞങ്ങൾ നാട്ടിൽ വിളിക്കണതാ രാജു എന്ന്. അങ്ങനെ പറയൂ. രാഘവന്റെ നാട്ടിൽ നിന്നല്ലേ? വരൂ, അവിടെയാ. എടോ രാഘവ, എണീറ്റില്ലേടോ? ഒരു വിരുന്നുണ്ട്. ഞാൻ വിളിച്ചോളാം. രാത്രി ഒരേ വർത്താനം പറഞ്ഞ നേരം കുറെ ആയി ഇന്നലെ കിടക്കുമ്പോ. ആ നാഗമ്മയുടെ ഒരു വിവരമില്ല കൊച്ചോട്ടി, 4 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട്. നെല്ലും കാശും തീർന്നാ വരും. അങ്ങനെയാണല്ലോ അതിന്റെ പതിവ്.